ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിത് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പം അരച്ച് വൈകുന്നേരം അപ്പവും മുട്ടക്കറിയും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ പാലപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇത് കുതിർത്തെടുക്കുന്നത്. കൃത്യമായിട്ട് അളവുകളെല്ലാം പറയാം, അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിതിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് ചോറും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ മട്ടരിയുടെ ചോറ് എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഉച്ചയ്ക്കാണ് ഇത് കുതിരാനായിട്ട് വെക്കുന്നത്. 2 മണിക്കൂർ മാത്രമേ നമ്മൾ കുതിർത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് ഇനിയിപ്പം ഓവർനൈറ്റ് മുഴുവനും സോക്ക് ചെയ്ത് വെച്ച് കാലത്ത് അരച്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും ഈസ്റ്റ് ചേർക്കണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് മുഴുവൻ സോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു നുള്ള് ഈസ്റ്റ് ചേർത്താലും മതി. ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി നാളികേര വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലപ്പം ആയതുകൊണ്ട് ഞാൻ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അതേ കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നാളികേരപ്പാലിൻ്റെ കട്ടി കൂടുതലായോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കൂടുന്നത് നമ്മൾ നല്ല കട്ടിയുള്ള പാലൊഴിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടും. പിന്നെ നിങ്ങൾക്ക് നാളികേരപ്പാൽ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. നമ്മളിതിൽ നാളികേരമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അരിയുടെ മുകളിൽ ഇതുപോലെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതായത് നമ്മളിങ്ങനെ ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മുകളിൽ ഒരല്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. ഞാനിതിൻ്റെ മുകളിലോട്ട് ഒരല്പം ഇതുപോലെ ഇച്ചിരി നാളികേരപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അധികം ഒന്നും ഒഴിക്കേണ്ട, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കണ്ടല്ലോ. അപ്പോൾ 1.5 കപ്പ് നാളികേരപ്പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു അരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നാളികേരപ്പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം ഉണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ കറക്റ്റ് 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അരിയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് മുഴുവനോടെ നമുക്ക് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുക്കാം. ആ നാളികേരപ്പാലോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതൊന്നും മാറ്റാനൊന്നുമില്ല. എല്ലാതും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ എത്രത്തോളം വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചെന്നുള്ളത് പറയാം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അരച്ചത് ഇതിലേക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള അരിയും കൂടി അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. കുറേശ്ശെ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. നാളികേരപ്പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നേരത്തെ പറഞ്ഞു 1 കപ്പ് വെള്ളമാണ് അരയ്ക്കാൻ എടുത്തത്. ഇത്രത്തോളം ബാക്കി വന്നു. അതായത് ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഈ ഒരു കൂട്ട് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ സാധാരണ ദോശമാവ് ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടി ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടേണ്ടത്. കണ്ടല്ലോ, നമ്മളിതിൽ 1.5 കപ്പ് നാളികേരപ്പാലും അരയ്ക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് അളവ് പറഞ്ഞതേ ഉള്ളൂ. ചെറിയ രീതിയിലൊക്കെ വെള്ളം 1-2 സ്പൂണൊക്കെ വെള്ളം അങ്ങോട്ട് കൂടാൻ കുറേയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം.
ചൂടൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ നല്ല രീതിയിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടും. അതല്ലെങ്കിൽ ചെറിയൊരു കുറച്ച് സമയ വ്യത്യാസം വരും. ഈ ഒരു സമയത്ത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയാക്കാം. ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് പട്ട ഇതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനനുസരിച്ച് ഒരു 3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഒരു 10-30 സെക്കൻഡ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് മാറി വരുമ്പം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ സൈസിലൊരു 4 സവോള നീളത്തിലരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. മീഡിയം സൈസിലുള്ള സവോളയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു 5 എണ്ണം എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും വേണ്ട, പക്ഷേ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ അടച്ച് വെച്ചിട്ടാണ് സവാള വേവിച്ചത് കേട്ടോ. ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കാൻ നേരത്തെ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളർ ഉണ്ടാവും, അധികം എരിവൊന്നും ഉണ്ടാവില്ല. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. കൂടെ ഒരു നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ചേർക്കാൻ നേരത്തെ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടേക്കണേ. ഏകദേശം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. നല്ല വലുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ തക്കാളി നമ്മളിതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. വെള്ളം കൂടി ഒഴിക്കുമ്പോഴാണ് ആ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് കേട്ടോ. കുറേ ഒഴിക്കേണ്ട. ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരണം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഞാനതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഇത് മൊത്തത്തിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷമാണ്, നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് ആവശ്യത്തിന് മാത്രം നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ നമുക്കറിയാം തിളച്ച് പോകരുത്. അതുകൊണ്ട് തന്നെ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി നാളികേരപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഗ്രേവി വേണം. ഇതിരുന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ. ഈ ഒരു നാളികേരപ്പാൽ നമ്മൾ തീ ഓഫാക്കി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായി വരുന്നൊരു കറിയാണ്. അപ്പോൾ ഒരൽപ്പം കൂടി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നീട് മല്ലിയില താല്പര്യമാണെങ്കിൽ മല്ലിയില കുറച്ചിട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിനെയും കൂടി ചേർക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അതൊന്ന് വരഞ്ഞ ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പം തീ അങ്ങ് ഓഫാക്കിയിടാം. തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കുക. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ചെറിയൊരു തിള വന്ന് തുടങ്ങില്ല. ആ ഒരു സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം.
ഇത് ഇച്ചിരി സമയം ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കറിയിൽ പിടിക്കും, ആ ഗ്രേവിയൊക്കെ കുറുകി കിട്ടും കേട്ടോ. ഓക്കെ, നമുക്കിനി പാലപ്പത്തിൻ്റെ മാവ് നോക്കാം. അപ്പം ഞാനിവിടെ മാവ് ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു മാവ് ഇതുപോലെ നന്നായിട്ട് വീർത്ത് കിട്ടും. എനിക്കിവിടെ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു, നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മാവിൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിച്ച പാത്രത്തിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിളച്ച ചൂടിലുള്ള വെള്ളം ആയിരുന്നില്ല, ചെറിയൊരു ചൂടുള്ള, നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കില്ലേ, അതിനൊരു ചെറിയ ചൂടുണ്ടായിരുന്നു ആ കലത്തിന്, അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് കയറ്റി വയ്ക്കുന്നത് നല്ലതാണ്. എങ്കിലാണ് പെട്ടെന്ന് അങ്ങ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറത്തിരിക്കണമെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഈ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തു. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ആ കുമിളകളൊക്കെ വരുമ്പം ഇതുപോലെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 10-30 സെക്കൻഡ് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലെയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പമെല്ലാം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഞാൻ ഉച്ചയ്ക്ക് അരി എല്ലാം കൂടി കുതിർത്തിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം അരച്ച് പിന്നെ ഒരു 2-3 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് അപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്